സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 27. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ശമൂവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം. ശമൂവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അതിന്റെ ശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അബ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അബ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാകിയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അബ്നോന് പ്രയാസം തോന്നി. എന്നാൽ അബ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമേയുടെ മകനായി യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. അവൻ അവനോട്, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടായോ എന്ന് ചോദിച്ചു. അബ്നോൻ അവനോട്, എന്റെ സഹോദരനായ അബ്ശാലോമിന്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാണുവാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അബ്നോൻ രോഗം തടിച്ചു കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അബ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അബ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തന്റെ സഹോദരനായ അബ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് എടുത്ത് കുഴച്ച് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവന്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരെയും എന്റെ അടുക്കിൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് അബ്നോൻ പറഞ്ഞു. എല്ലാവരും അവന്റെ അടുക്കിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അബ്നോൻ താമാറിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അബ്നോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി, വന്ന് എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എന്റെ സഹോദര, അരുതേ, എന്നെ അവമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ. ഈ വഷളത്വം ചെയ്യരുതേ. എന്റെ അവമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? നീയും ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിൽ ആയി പോകുമല്ലോ. നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളെക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അബ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അബ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെ അരുത്. നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരെ വിളിച്ച് അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിൽ അടച്ചു കളക എന്ന് പറഞ്ഞു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകുമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്തിറക്കി വാതിൽ അടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കൈയും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അബ്നോൻ നിന്റെ അടുക്കൽ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക. അവൻ നിന്റെ സഹോദരനല്ലോ. ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശാലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെ കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജനിച്ചു. എന്നാൽ അബ്ശാലോം അബ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാറിനെ അബ്നോൻ അവമാനിച്ചതുകൊണ്ട് അബ്ശാലോം അവനെ ദ്വേഷിച്ചു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എഫ്രൈമിന് സമീപത്തുള്ള ബാൽ ഹസോരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അബ്ശാലോം രാജാവിന്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്. രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടി വരേണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരനായ അബ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു.
രാജാവ് അവനോട്, അവൻ പോരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെ ഒക്കെയും അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ശാലോം തന്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ, അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുന്നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവിൻ. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെയും എഴുന്നേറ്റ് താന്റെ കോവർ കഴുത്ത് പുറത്തു കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരെ ഒക്കെയും കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവന്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയുടെ മകനായ യോനാദാബ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരായ യുവാക്കളെ ഒക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരിയായ താമാറിനെ അവൻ അവമാനിച്ച നാൾ മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണുവാനുണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാരെ ഒക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിമ്പിലുള്ള മലഞ്ചെരുവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ച് തീർന്നപ്പോഴേക്കും രാജകുമാരന്മാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സകല ഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമീഹൂദിന്റെ മകനായി ഗശൂർ രാജാവായ തൽമായുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടപെടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ശാലോം ഗശൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണുവാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹൂദായുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽ പ്രദേശത്തിലെ എന്റെ പർവ്വതമേ, നിന്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപനിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എന്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അത് എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെട്ട് പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവരവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ ആകുന്നു. അവന്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ആദ്യം മുതൽ ഉന്നതമായ മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എന്റെ പുകഴ്ചയല്ലോ. അവർ എന്നോട്, യഹോവയുടെ വചനം എവിടെ? അത് വരട്ടെ എന്ന് പറയുന്നു. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല. ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എന്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു. നീ എനിക്ക് ഭയങ്കരനാകരുതേ. അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവൻ ലജ്ജിച്ചു പോകട്ടെ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. അവർ ഭ്രമിച്ചു പോകട്ടെ, ഞാൻ ഭ്രമിച്ചു പോകരുതേ.
അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് നശിപ്പിക്കണമേ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു: നീ ചെന്ന് യഹൂദ രാജാക്കന്മാർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജനത്തിന്റെ വാതിൽക്കലും യെരൂശലേമിന്റെ എല്ലാ വാതിൽക്കലും നിന്നുകൊണ്ട് അവരോട് പറക: ഈ വാതിലുകളിൽ കൂടി അകത്ത് കടക്കുന്ന യഹൂദ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും യെരൂശലേമിലെ സർവ്വനിവാസികളുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സൂക്ഷിച്ചുകൊള്ളുവിൻ. ശബ്ബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത്. ശബ്ബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബ്ബത്ത് നാൾ വിശുദ്ധീകരിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ അവർ കേട്ടില്ല, ചെവി ചായ്ച്ചതുമില്ല. കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു. നിങ്ങൾ ശബ്ബത്ത് നാളിൽ ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബ്ബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരൂശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമിൻ ദേശത്തു നിന്നും താഴ്വീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരുക്കവും കൊണ്ടുവരും. യഹോവയുടെ ആലയത്തിൽ അവർ സ്തോത്രയാഗവും അർപ്പിക്കും. എന്നാൽ ശബ്ബത്ത് നാൾ വിശുദ്ധീകരിപ്പാനും ശബ്ബത്ത് നാളിൽ യെരൂശലേമിന്റെ വാതിലുകളിൽ കൂടി ചുമട് ചുമന്നുകൊണ്ട് പോകാതെ ഇരിപ്പാനും നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ അതിന്റെ വാതിലുകളിൽ തീ കൊളുത്തും. അത് കെട്ടുപോകാതെ യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിക്കും. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്ത്, അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.